ഇടുക്കി മറയൂരിൽ വീണ്ടും പടയപ്പിറങ്ങി. മൂന്നാർ റോഡിലെത്തിയ കാട്ടാന ലയങ്ങൾക്ക് സമീപം നിലയുറപ്പിച്ചു. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, കഴിഞ്ഞ കുറേ നാളായിട്ട് പടയപ്പയുടെ വിവരമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടോ? മറ്റു വിവരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പടയപ്പയുടെ ഇടുക്കി മൂന്നാർ റോഡിലാണ് പടയപ്പ ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാന ലയങ്ങൾക്ക് സമീപം നിലയുറപ്പിച്ചു എന്നുള്ള വിവരമാണ് അവിടെ നിന്നും വരുന്നത്. ലയങ്ങൾക്ക് സമീപം പടയപ്പ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, നേരത്തെ ടെലിഫോൺ ബന്ധത്തിൽ ടെലിഫോൺ കട്ടായതുകൊണ്ടാണ് ആഷിഖിലേക്ക് വരാൻ കഴിയാതിരുന്നത്. എന്താണ് വിവരം വാർത്തയുടെ? അജി ചോദിച്ചതുപോലെ ഇതൊരു ആന പടയപ്പ അത്ര അക്രമകാരിയായ ഒരു ആനയല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. മുൻപ് മൂന്നാറിലായിരുന്ന സമയത്തടക്കം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമം പടയപ്പ നടത്തിയിട്ടില്ല. ജനവാസ മേഖലയിൽ നിരന്തരം സഞ്ചരിക്കുമ്പോഴും ജനങ്ങളോടക്കം സൗഹൃദത്തിൽ പെരുമാറിയിരുന്ന ആനയാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മൂന്നാറിൽ നിന്ന് മറയൂർ ഭാഗത്തേക്ക് പടയപ്പ എത്തിയിട്ടുണ്ട്. അവിടെ തേയിലത്തോട്ടങ്ങളിലും ലയങ്ങൾക്ക് അടുത്തുമൊക്കെ നിരന്തരം പടയപ്പ എത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും മറയൂരിലെ മൂന്നാർ മറയൂർ റോഡിൽ പടയപ്പയുടെ സാന്നിധ്യം കണ്ടു എന്നുള്ളതാണ് ആ പ്രദേശത്ത് നിന്ന് വരുന്ന അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാം. ലയങ്ങൾക്കടുത്ത് അടക്കം വന്ന് ദീർഘനേരം നിന്ന് അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ച് കാട്ടിലേക്ക് പടയപ്പ മടങ്ങിപ്പോയി എന്നാണ് മറയൂർ നിവാസികളും അവിടുത്തെ തേയിലത്തോട്ടം തൊഴിലാളികളും പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഒന്നും പടയപ്പ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ പ്രകോപിതനാക്കിയാൽ മാത്രമേ പടയപ്പ ആക്രമിക്കാറുള്ളൂ. നിരന്തരം ഇപ്പോൾ മറയൂരിന് സമീപത്തെ തോട്ടം മേഖലയിൽ കൂടി പടയപ്പ സഞ്ചരിക്കാറുണ്ട് എന്നുള്ളതാണ് വിവരം. ഇന്നലെ രാത്രിയും ലയങ്ങൾക്ക് സമീപം പടയപ്പയെ കണ്ടു എന്ന് തേയിലത്തോട്ടം തൊഴിലാളികൾ പറയുന്നു. ശരി.